മനുഷ്യന്റെ അവസ്ഥയാണ്, നമ്മളെപ്പോലെ സാധാരണക്കാരവസ്ഥ. നമ്മളെ പൈസ കൊണ്ട് ഉണ്ടാക്കിയ ഹോസ്പിറ്റലിൽ 10 പൈസക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു എമർജൻസി ഡോക്ടർ ഇല്ല, മെയിൻ ഇല്ല. മെഡിസിൻ അവിടെ കിടക്കുന്നുണ്ടാവും, എനിക്കറിയില്ല, ഞാൻ തുറന്നു നോക്കിയിട്ടില്ല, നമുക്ക് തുറന്നു നോക്കാൻ പറ്റില്ല. ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖല്ലേ? അൽഹംദുലില്ലാ 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 സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകൾ കമൻറ്റ് ബോക്സ് കൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ ചോദിക്കുന്നുണ്ട് ഉമ്മാൻ്റെ വർത്താനം. എൻ്റെ ഉമ്മ അറിയുമ്പോൾ നിങ്ങളെയും കൂടി ഉമ്മയാണല്ലേ, ഉമ്മ എപ്പോഴും വീഡിയോയിൽ വരുന്നതാണ്. ഉമ്മക്ക് വീണു എന്ന് പറഞ്ഞപ്പോൾ വിശേഷം അറിയാം, ഞങ്ങളൊക്കെ താല്പര്യം കൂട്ടുന്നുണ്ട്. പെട്ടെന്ന് വാട്സപ്പിൽ എല്ലാവരും മെസ്സേജ് വിടുന്നുണ്ട്, പെട്ടെന്ന് മാറും റിഷ, ഒന്നും ഉണ്ടാവില്ല. ഭയങ്കര പേടിച്ച് കണ്ടാ പോയത് കേട്ടോ. രാവിലെ ഞാൻ ചായ എടുത്ത ഇടയിൽ മക്കളെ, ഉമ്മക്ക് സ്ട്രോക്ക് പേഷ്യൻ്റ് അങ്ങക്ക് അറിയില്ലേ, കുട്ടികൾ വെച്ച് നടക്കണ പോലെയാണ് ഉമ്മ പിച്ചെടുക്കുക. ഉമ്മ വരലും എൻ്റെ കയ്യിൽ ചായ, കയ്യിൽ പ്ലേറ്റും, അത് വെക്കണ കേപ്പോണ്ട് ഉമ്മ ഇങ്ങനെ വീണോടുകൂടി ഇവിടുത്തെ എല്ല് പൊട്ടിയതാണ് കേട്ടോ. ബ്ലീഡിങ് നിൽക്കാതെ വന്നത്, ഓവറായിട്ട് ബ്ലീഡിങ് മൂക്കിലൂടെയും വായിലൂടെയും വന്നു. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തില്ല, ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതൊക്കെ ഞങ്ങളോട് പറഞ്ഞു. അവിടെ ചെന്നിട്ടില്ല കഥയാണ് നിങ്ങളോട് ഞാൻ പറയാൻ പോണത്. അവിടെ ചെന്നിട്ട് ഒരു ഇതുമില്ല, അതിൻ്റെ ഉള്ളിൽ കയറ്റി കിടത്തി എന്നല്ലാതെ ഞാൻ പറഞ്ഞു ബ്ലീഡ് ചെയ്യുന്നുണ്ട്, മെക്കോസ്മിൻ്റെ ഗുളിക പിടിച്ചാണ്. അപ്പം മൂക്ക് മുറുക്കി പിടിച്ചാൻ പറഞ്ഞു. സ്ട്രെച്ചർ നന്നായിട്ട് താത്തിയിട്ട് അവിടെ കാഷ്വാലിറ്റിയിലെ മെയിൻ ഇതില്ലേ കിടത്തിയിട്ട് ഇങ്ങനെ കിടത്താൻ പറഞ്ഞു. അപ്പം ആ ബ്ലീഡിങ് ഇങ്ങനെ ഇറങ്ങിപ്പോവാണ്. അത് നിൽക്കും, ഇങ്ങനെ മൂക്ക് പിടിച്ചാൽ മതി, എക്കോസ്പിൻ്റെ ഗുളിക ആയിരിക്കും. അപ്പോൾ ഞാൻ പറയുമ്പോൾ തല അടിച്ച് വീണിട്ടുണ്ട് സാറേ, ഇവിടെ ഇതാക്കണം, നന്നായിട്ട് മോഹിച്ചിട്ടുണ്ട്. അത് നോക്കിയാണ്ട് ഞാൻ ഗുളിക കൊടുക്കുക, BP കൂടുതലുണ്ട്. അത് കാഷ്വാലിറ്റിയിലെ കുട്ടികളാണ് കേട്ടോ, ഒന്നും അറിയില്ല പറഞ്ഞാൽ ഒന്നും അറിയില്ല. ഡോക്ടേഴ്സിനും സിസ്റ്റർമാർക്കും ഒരു കഥ. സിസ്റ്റർമാർക്ക് പിന്നെ അറിയാം കേട്ടോ, ഡോക്ടേഴ്സ് എഴുതി കൊടുത്താലല്ലേ അവർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. എന്നിട്ട് ഇത് എഴുതണം, 3 കുഞ്ഞു ഗുളിക നിൽക്കണം. അതിമ നിൽക്കൂല, എനിക്കറിയാം, ഓവറിങ് ബ്ലീഡിങ് വരികയല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കഴിക്കാൻ കഴിയണില്ല, ഉമ്മാക്ക് സ്ട്രോക്ക് ഇല്ലാണ്, ഉമ്മ കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് കൊടുക്കി ആയിക്കോട്ടെ, ഞാൻ കൊടുത്തു. അരമണിക്കൂർ കഴിഞ്ഞിട്ടും ബ്ലീഡിങ് നിൽക്കണില്ല. ബ്ലീഡിങ് പറഞ്ഞാൽ മൂക്കിലൂടെ, ഈ ഇടത് മൂക്കൂടെ നന്നായിട്ട് വരിക, വലത് മൂക്ക് കൂടെ വരുന്നില്ല കേട്ടോ, ഇടത് ഭാഗത്ത് കൂടെ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കിടത്തുമ്പോൾ വരുന്നില്ല, അതിങ്ങനെ വായിക്ക് ഇറങ്ങി പോവാണ്. പിന്നെ അതിങ്ങനെ ഓക്കാനിച്ചിട്ട് കഫം വന്ന് കാണ്ട് തുപ്പാണ് ഉമ്മ എണീറ്റ് ഇരുന്ന് കാണ്ട് കേട്ടോ. അതിൽ പിന്നെ ഞാൻ പറഞ്ഞു സാറേ, പിന്നെ എണീറ്റ് ഇരുന്ന് കാണ്ട് കാറിയപ്പോൾ ഞാൻ പാത്രം വെച്ചപ്പോൾ തുപ്പാണ്, ബ്ലീഡിങ് ഇങ്ങനെ കട്ടായി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ബ്ലീഡിങ് കട്ടായി വരുന്നു. അതിലോല് ഓടി വന്ന് ഞാൻ പറഞ്ഞു സിസ്റ്ററോട്, സിസ്റ്ററെ ഒരു ക്യാനിലിട്ടിട്ടില്ല. ആ നേരത്തെ ഓല് എമർജൻസി ക്യാനിലിട്ട് ഇഞ്ചക്ഷൻ വെച്ച് അത് ഓൽക്ക് ആദ്യമേ ചെയ്തില്ല. എന്നിട്ട് ഇതിങ്ങനെ പരക്കം പയ്യെ കിടന്നുകൊണ്ട് ആ നേരത്തെ അതോളൊന്നും പറഞ്ഞില്ല. അതിന് മുന്നേ ഞാൻ പറഞ്ഞു സാറേ ഇനി തലക്കുമ്മാക്ക് 2 സ്ട്രോക്ക് ഉണ്ട്, ആണും ഉണ്ട് പെണ്ണും ഉണ്ട്, ഒക്കെ പഠിക്കണ കുട്ടികളാട്ടോ, ഒന്നുമില്ല. ഒരു ഡോക്ടേഴ്സിനോട് വിളിച്ച് ചോദിക്കൊണ്ടോ അതും കൂടി ഞാൻ കാണില്ല. അവർ വേറെ വരുമ്പോഴത്തേനും വേറെ പേഷ്യൻറ്റിനെ നോക്കുക, അവർക്ക് തിരക്കാണ്, കാര്യം ശരി. എന്നാലും ഒരു എമർജൻസി ക്രിട്ടിക്കൽ പേഷ്യൻറ്റ് വരുമ്പോൾ കൈകാര്യം ചെയ്യാനും കൂടി അറിയില്ല എന്ന് പറയുമ്പോൾ കുറ്റപ്പെടുത്തല്ല. ഞാൻ 10-15 വർഷം വർക്ക് ചെയ്ത സ്റ്റാഫ് നേഴ്സാ കാഷ്വാലിറ്റിയിൽ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഒരു എമർജൻസി വന്നാൽ എമർജൻസി എങ്ങനെ സിറ്റുവേഷൻ ചെയ്യുക വെച്ചാൽ, പെട്ടെന്ന് ഒരു വീണ പേഷ്യൻറ്റ് ബ്ലീഡിങ് ആയി വരുമ്പോൾ മാക്സിമം ക്യാനിലിടണം അല്ലേ. ക്യാനിലും കൂടി ഇട്ടില്ല, ഞാൻ പറഞ്ഞിട്ടാ ഒരു ക്യാനിലിടണം കേട്ടോ. എന്നിട്ട് ക്യാനിലിട്ടുകൊണ്ട് അപ്പോഴാണ് ഒരു ബ്ലീഡിങ്ങിലുള്ള ഇഞ്ചക്ഷനും. ബ്ലീഡിങ്ങിന് എമർജൻസി കൊടുക്കാൻ പറ്റില്ല, കാരണം സ്ട്രോക്ക് പേഷ്യൻ്റാണ്. പിന്നെയാണ് അവർ കൊടുക്കുന്നത് ഇഞ്ചക്ഷനും അതൊക്കെ. അതോളൊന്നും കൊടുത്തിട്ടില്ല, നിന്നോളൂ എവിടെ നിൽക്കണു. എന്നിട്ട് പോലെ ENT വിളിച്ചു. ആ ഇഞ്ചക്ഷൻ കൊടുത്തോടുകൂടി ബ്ലീഡിങ് മെല്ലെ സ്റ്റോപ്പായി. ENT വിളിച്ച് കാണാൻ എന്നോട് പറഞ്ഞു മൂക്കിലാണ് തോന്നുന്നു, മൂക്കിൽ നിന്നാണ് ബ്ലഡ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ CT എടുത്താൽ മനസ്സിലാവില്ലായിരുന്നു. അപ്പോഴൊന്നും ഒരു ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, നമുക്ക് ഓരോട് ധിക്കരിച്ച് പറയാൻ കഴിയില്ല, പക്ഷെ കുറച്ചൊക്കെ എനിക്ക് അറിയണോണ്ട് നമുക്ക് പറയാം നമ്മളെ കാര്യം. എനിക്കറിയാം കാഷ്വാലിറ്റിയിൽ പഠിക്കണ കുട്ടികളാണ്, കാരണം ഞാനും കാഷ്വാലിറ്റിയിൽ വർക്ക് ചെയ്തതാണ്. ഇനിയിപ്പോൾ ഏത് പ്രൈവറ്റ് ആണെങ്കിലും അവിടെ RMO ആയിരിക്കും, രജിസ്റ്റർ മെഡിക്കൽ ഓഫീസർ. അവർക്ക് കുറച്ചൊക്കെ അറിയുള്ളൂ. എനിക്ക് മനസ്സിലാണത് സിസ്റ്റർമാർക്ക് അറിയണം, അത്രയും ഓൾക്ക് അറിയില്ല എന്നാണ് സത്യം. അങ്ങനെയാണ് ഞാൻ കാഷ്വാലിറ്റി വർക്ക് ചെയ്യണ സിസ്റ്ററാണ്. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ നേരത്തെ ക്യാനിലിട്ടു, ഇഞ്ചക്ഷനും കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ കടക്ക് ഇപ്പോൾ കുറയും. ENT വന്നു കാണ്ട് മൂക്ക് നോക്കിക്കാണ്ട് അപ്പോൾ ബ്ലീഡിങ് സ്റ്റോപ്പായി. മൂക്കിന് മുറിവില്ലല്ലോ, ഒന്നുമില്ല. അപ്പോൾ ENT പറഞ്ഞു തലക്കായിരിക്കും കേട്ടോ, തലയിൽ നിന്നായിരിക്കും ബ്ലഡ് വരുന്നത്. അപ്പം ആ നേരത്തെ ഒരു
CT ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇവിടെ CT ഇല്ല, നിങ്ങൾ മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു മെഡിക്കൽ കോളേജ് കൊണ്ടുപോകില്ല ഞാൻ. മെഡിക്കൽ കോളേജ് കൊണ്ട് ഇത് മെഡിക്കൽ കോളേജ് അല്ലേ ചെയ്യാൻ, ജില്ലാശുപത്രി മെഡിക്കൽ കോളേജ് അല്ലേ ഞാൻ എടുക്കാൻ കൊണ്ടുപോകണം. ഞാൻ 2 കുഞ്ഞു പൈതലുങ്ങൾ ഇട്ടുകാണ്ട് പോന്നതാണ്. ഏട്ടത്തിൻ്റെ കഥയാണ് നിങ്ങൾക്ക് അറിയാം. ഓള് കാല് വീങ്ങിക്കാണ്ടാണെങ്കിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടില്ല. അവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് പോരനെങ്കിൽ പ്ലാസ്റ്റർ ഇട്ടാൽ പോരാൻ കഴിയില്ല, ഇവിടെ വന്നിട്ട് പ്ലാസ്റ്റർ ഇടാന്ന് പറഞ്ഞതാ. ഇവള് ഓടി വന്നു, ആങ്ങളി ഓടി വന്നു, ഒക്കെപ്പാട് എമർജൻസി. ഋതുവോ എന്താ തയ്ക്കണ നോക്ക്, എമർജൻസി പരക്കം പോയി കടന്നു കണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ ആദ്യം CT ചെയ്യേ, CT ചെയ്തിട്ട് നമ്മൾ എന്താ വേണ്ടി ചെയ്യാറ്. CT ചെയ്യാൻ ഇവിടെ ആരുമില്ല, CT ചെയ്യാൻ ആളില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു CT ചെയ്യാൻ ആളില്ലെങ്കിൽ എന്നാൽ പുറത്തൊക്കെ എന്തെങ്കിലും ചെയ്തു തരി, പെട്ടെന്ന് നിങ്ങൾ മെഡിക്കൽ കോളേജിൽ. കാരണം കഴിഞ്ഞ പ്രാവശ്യം 2-3 മാസം മുന്നുമ്മ വീണ് പൊട്ടി നിങ്ങൾക്ക് അറിയാലേ. പെട്ടെന്ന് അന്ന് അന്തം കുന്തുമില്ല, ഏട്ടത്തി ആങ്ങളെയാണ്. ഐറ്റങ്ങൾ പരക്കം പാഞ്ഞ് അവിടെ ചെന്നപ്പം ഓൽക്കൊന്നും ഒരു ഇത് തന്നെയല്ല. മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഥ അറിയണം കേട്ടോ. അപ്പം ഓല് പറയാ കുഴപ്പമൊന്നുമില്ല, എന്തിപ്പോൾ പോന്നു. അപ്പോൾ ഇവിടുന്ന് റെഫർ ചെയ്തതാണ് സാറേ. ആയിക്കോട്ടെ കുഴപ്പമില്ല, അതന്ന് പോന്നു. അതേപോലെ ആയിരിക്കും എനിക്കറിയാം. കാരണം ഒന്നാമത് മൈക്കോസിൻ്റെ ഗുളിക കുടിക്കണതാണ്. ഇവിടെ പൊട്ടുണ്ടെങ്കിൽ ബ്ലീഡിങ് നിൽക്കുന്നുണ്ടാവില്ല, അതായിരിക്കും. അതിനൊരു ടൈമുണ്ട്. അല്ലെങ്കിൽ ഒരു CT എടുത്തുകൊണ്ട് പെട്ടെന്ന് നോക്കണം. ഒന്നുമില്ല, ഒരു ടെസ്റ്റും ചെയ്തിട്ടില്ല, ഒന്നും. കേരളം ഞാൻ പറഞ്ഞപ്പോൾ ഒരു കേരളം ഇട്ടു. എന്നിട്ട് ഇപ്പം ഇങ്ങനെ കഫം തുപ്പണ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു സിസ്റ്ററെ സെക്ഷൻ കൊടുക്കുകയാണ്. അപ്പം സിസ്റ്റർ ഓടി വന്നു. സിസ്റ്റർക്ക് മനസ്സിലായിക്കണം കേട്ടോ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു വകുപ്പായിരിക്കും. കാരണം ഇത് നമ്മൾ പറയുമ്പോൾ ഒരു സാമാന്യം, ഞാനൊരു സിസ്റ്ററാണ്, ഞാനായാലും ഇനി മെഡിസിൻ പഠിക്കണ കുട്ടികളായാലും അവിടെ നിൽക്കുമ്പോൾ നമ്മളെ പേരൻസ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് എന്താണ് ഇവർ എന്തത് ചെയ്യാത്തത്. എമർജൻസി പേഷ്യൻറ്റ് വന്നാൽ ക്യാനിലുണ്ടോ, അത് ചെയ്തിട്ടില്ല. കഫം നിറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ സെക്ഷൻ കൊടുക്കുകയായിരുന്നപ്പോൾ ഓടി വന്ന് സെക്ഷൻ കൊടുത്ത് ആ കഫൊക്കെ എടുത്തു, ബ്ലീഡിങ്ങും കട്ടക്ക് ബ്ലീഡിങ് അതൊക്കെ എടുത്തു ഒഴിവാക്കി. എന്നിട്ട് ആ നേരത്തെ ഞാൻ പറഞ്ഞു നിങ്ങൾ CT എഴുതി തരും, മെഡിക്കൽ കോളേജ് പഠിക്കും. ഞാൻ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ പോകാൻ പറ്റും, ഞാൻ 2 കുഞ്ഞു കുട്ടികളെ ഇട്ട് പോകുന്നതാണ്. ഏടത്തി കാല് പൊട്ടിക്കണ്, ആങ്ങളെ അയിലാറെ പരക്കം പോയി. ആ നേരത്തെ ഒരു മനുഷ്യൻ്റെ കയ്യിൽ 10 രൂപ ഇല്ലാത്ത നേരമായിരിക്കും, ഏതില്ലോലാണെങ്കിലും. ഓൻ അങ്ങാടിക്ക് വണ്ടിക്കുക, ചങ്ങാതിൻ്റെ അടുത്ത് നിന്ന് ഇവിടുന്ന് പൈസയും കായും വാങ്ങാൻ. എന്നിട്ട് ഞാൻ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കോളാം, ഞങ്ങളെ ഉമ്മയാണ്, ഞങ്ങൾക്ക് അറിയാറ്. ഞങ്ങളെ ഉമ്മയാണ്, ഞങ്ങൾ കൊണ്ടുപോകും, എന്താ ബുദ്ധിമുട്ട് പറയും. അപ്പോൾ ഇവിടുന്ന് ആയിരിക്കും ബ്ലീഡിങ് വരുന്നത്. ND ഡോക്ടർ പറഞ്ഞു അവിടെ കംപ്ലൈൻറ്റ് ഇല്ല പറഞ്ഞു. ഓക്കെ, എന്നാൽ ഞാൻ പറഞ്ഞു CT എടുക്കി, അതിൽ കംപ്ലൈൻറ്റ്. CT എടുക്കാൻ ഇവിടെ CT ആളില്ല, പിന്നെ ന്യൂറോ സർജൻ ഇല്ല, രാവിലെ ഡോക്ടർ വരുള്ളൂ. ഞാൻ പറഞ്ഞു CT എടുത്താൽ നിങ്ങൾ മെഡിസിൻ ഡോക്ടർ അല്ലേ, സാധാ ഡോക്ടറാണ് MBBS, നിങ്ങൾക്ക് ഈ CTൻ്റെ റിസൾട്ട് നോക്കാൻ അറിയില്ല ചോദിച്ചു. അപ്പോൾ മറ്റേ ഡോക്ടർ ഞങ്ങളെല്ലാം നോക്കണ പോലെയാണ്, ഓലോട് പറയണമെന്ന്. ഇറ്റങ്ങൾ അവിടെ നിൽക്കാണ്ട് കുതൂലം കൂടാ. ഓൾക്ക് ഏകദേശം പിടിയിട്ട് എനിക്ക് കുറച്ചൊക്കെ മനസ്സിലുണ്ട്, അറിയാം. എന്നിട്ട് ഓലെല്ലാവരും കൂടി എന്നെ വന്ന് കൗൺസിലിങ് ചെയ്തു. ഓലിനോട് പറഞ്ഞു എഴുതി തരേണ്ടി വരും നിങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ എഴുതി തരാറുന്നു, CT നിങ്ങൾ എടുത്ത് വന്ന് വരുവോളം വെയിറ്റിംഗ് ഉണ്ടാവും, റിസൾട്ടും ഉണ്ട്, 1 മണിക്കൂർ ഉണ്ടാവും, എനിക്കറിയാം. അപ്പം അതോളം എന്തേലും ഉമ്മാക്ക് സംഭവിച്ചാൽ ആ ഉത്തരവാദി ഓലെല്ലാം എഴുതി തരാറുന്നു. ഞാൻ എഴുതി തരാറുന്നു. കാരണം നമ്മളെ അവസ്ഥകൾ അത്ര മോശമാണ്. നമ്മൾ എന്നിട്ട് അത് എഴുതി കൊടുക്കണതിൻ്റെ മുന്നേ എന്നോട് പറയാം നിങ്ങൾ ഇവരെല്ലാവരും കൂടി വന്ന് പിന്നെ എന്നെ ബ്രെയിൻ വാഷ് ചെയ്യാം, നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയിക്കോളി, ഇവിടെ നിങ്ങൾക്ക് അറിയാം എമർജൻസി വന്നാൽ ഒന്നുമില്ല, ഡോക്ടേഴ്സ് ഇല്ല, ന്യൂറോ സർജൻ ഇല്ല, ഇത് എന്താ ചെയ്യുക അറിയില്ല, നിങ്ങൾ അവിടെ എത്തൂല. ഞാൻ പിന്നെ ആങ്ങളോട് അറിഞ്ഞ് തർക്കിച്ചണ്ട പോവാൻ നമുക്ക്. അതുപോലെ തന്നെ 108 ആംബുലൻസൊക്കെ വിളിച്ചു. ഏട്ടത്തി കൊക്കി ചാടി പാവം അതിൻ്റെ കാലുകൾ കാണണം. ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ് നമ്മളെപ്പോലെ സാധാരണക്കാരവസ്ഥ. നമ്മളെ പൈസ കൊണ്ട് ഉണ്ടാക്കിയ ഹോസ്പിറ്റലിൽ 10 പൈസക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു എമർജൻസി ഡോക്ടർ ഇല്ല, മെയിനില്ല. മെഡിസിൻ അവിടെ കിടക്കുന്നുണ്ടാവും, എനിക്കറിയില്ല, ഞാൻ തുറന്നു നോക്കിയിട്ടില്ല, നമുക്ക് തുറന്നു നോക്കാൻ പറ്റില്ല. പക്ഷെ അത് കൊടുക്കാൻ അറിയില്ലേക്കും. സിസ്റ്റർമാരെ നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല, ഞാനും സിസ്റ്റർ. കാരണം ഡോക്ടർ എഴുത്തില്ലാതെ ഞങ്ങൾക്ക് മെഡിസിൻ കൊടുക്കാൻ പറ്റില്ല. ഓൾക്ക് ഏകദേശം മനസ്സിലാവുണ്ടാവും. എന്നിട്ട് ഇതെത്ത് കെട്ടിക്കണ്. ഞാൻ പറഞ്ഞവരോട് ആയിക്കോട്ടെ ഞങ്ങൾ പോയിക്കോളാം, ആംബുലൻസ് വരലും ആംബുലൻസ് കയറലും കൊണ്ടുപോകലും ചീറിപ്പാഞ്ഞ് നാത്തൂനോടി വരും. നാത്തൂനെ തല കടഞ്ഞിട്ട് ഓള് പറയാം ഛർദിച്ചിട്ടും തല കടഞ്ഞിട്ടു ഏട്ടത്തി കാല് കൊത്തി ഇമ്മ എന്തല്ലാതെ കിടക്കുക. ആങ്ങളയിലറിയും. ഞാനാണെങ്കിൽ ഇന്ന് ഒരു ഒളിച്ച ജില്ലാസ്പത്രിൻ്റെ മുന്നിൽ നിന്ന് കണ്ട്. കാരണം എനിക്കാ കുറച്ചറിയുള്ളൂ. ഓൾക്ക് ഞാൻ മണിച്ച് പോകാൻ കഴിയില്ല. 2 കുഞ്ഞു പൈതല. അതിൻ്റെ ഇടയിൽ ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞിച്ച് 2 കുഞ്ഞു പൈതല എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ഞങ്ങൾ പോയിക്കോളാം മെഡിക്കൽ കോളേജ്. എന്നാളും അങ്ങനെ തന്നെ ഞങ്ങൾ ചെയ്തത്. അവിടെ ഓൾക്ക് ഒരു പ്രശ്നവും മെഡിക്കൽ കോളേജിൽ. അത്യാവശ്യം ഉണ്ടെങ്കിൽ റെഫർ ചെയ്താൽ മതിയാണ്. ഇല്ലമ്മ പോണമ്മ നിങ്ങൾ മറ്റേ ഡോക്ടറോട് പറയാനോ ആയിക്കോട്ടെ. എന്നിട്ട് ഞാൻ ആംബുലൻസ് മാറിയോളം കണ്ണിന്ന് വെള്ളം വെച്ചെനിക്ക് സത്യം ഇടങ്ങറായിക്കാം.
എന്നിട്ട് അവിടെ ചെന്ന് നേരം വെളുക്കോളായിട്ട് ഞങ്ങൾ പരക്കം പറഞ്ഞു ഏട്ടത്തി മാങ്ങള് ഈ ടെസ്റ്റ് മുഴുവനും പുറത്ത് കാട്ടോ ജില്ലാസ്പത്രിയിൽ നിന്ന് പേരുന്നുള്ളൂ നമ്മളെ പൈസ കൊണ്ട് നമ്മളെ പൈസ കൊണ്ട് കെട്ടിപ്പടുക്കണതാണ് ഈ സാധനം. ഒരു ആനുകൂല്യമൊന്നുമില്ല. മെഡിക്കൽ കോളേജിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ്മാർ ഏട്ടത്തിനോട് ചോദിച്ചപ്പോൾ ഏട്ടത്തി പറയാ എന്നോട് ഐറ്റങ്ങൾ ചിരിക്കുക എവിടുന്ന് നിങ്ങൾ ഇഷ്ടപ്രകാരം വന്നാണോ? അപ്പോൾ ഏട്ടത്തി പറഞ്ഞ അല്ല ഓര് പോകാൻ പറഞ്ഞ് വിട്ടതാണ്, പൊയ്ക്കോൾ ഇവിടെ കൊജൂല പറഞ്ഞാണ്. എന്നിട്ട് ഐറ്റങ്ങൾ പുച്ഛത്തോടു കൂടി ചോദിക്കുകയാണല്ലോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ അവിടെ കറണ്ട് ഉണ്ടാവില്ലല്ലേ, അല്ലെങ്കിൽ CTക്ക് ഡോക്ടർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റ് ഉണ്ടാവില്ല അല്ലേ? ഇതൊന്നും അറിയില്ലേക്കുന്നാണ് പറയണത്. ഓല് പറയാ അനങ്ങിയ തട്ട് അങ്ങോട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അവിടെയും പഠിക്കണ കുട്ടികളെ, എന്നാലും അവിടെ മെയിൻ ഡോക്ടർക്ക് ഓല് വിളിക്കണുണ്ട് തോന്നുന്നു. അതേപോലെ കുറച്ചും കൂടി വകതിരിവിലെ കുട്ടികൾ അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങോട്ട് തട്ടുന്നത്. എത്തും അറിയില്ല, ഒന്നും അറിയില്ല നിങ്ങൾക്ക്. ഞാനൊരു സിസ്റ്ററാണ്, ഞാൻ കണ്ടിട്ട് എനിക്ക് മനസ്സിലായതാ ഒന്നും അറിയില്ല. ഒരു കഥയാണ് അവിടുത്തെ. എന്നിട്ട് നേരം വെളുക്കോളം പരക്കം മഞ്ഞ് CT MRI ECG അങ്ങോട്ട് ഇങ്ങോട്ട്. നേരം വെളുത്തപ്പോൾ ഡോക്ടർ എഴുതിക്കൊണ്ട് അറിയണല്ലോ നിങ്ങൾ പെരേക്ക് പോയിക്കോളി, ജില്ലാസ്പത്രി കാണിക്കേണ്ട കേസാണിത്, ഇത് ഓല അനങ്ങിയാ ഇങ്ങോട്ട് പറയാതെ പറയാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറയാം ഇതിനൊന്നും ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യമില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് പറയാം ഇതിന് ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യമില്ല. എനിക്കറിയാം, ഞാൻ ഡോക്ടറൊന്നുമല്ല, പക്ഷെ എനിക്കറിയാം ഇതിന് അവിടെ പോകേണ്ട ആവശ്യമില്ല. CT എടുത്തുകൊണ്ട് അതിന് കംപ്ലൈൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ സർജൻ ഇല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് വിടാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. ഇതൊന്നുമില്ല, അച്ചേക്ക് അങ്ങോട്ട് ഒരു ടെസ്റ്റ് ഇല്ല, ഒരു മെഡിസിൻ ഇല്ല, ഒന്നുമില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് അവിടെ ചെന്നപ്പോൾ ഒരു നേരം വെളുത്തപ്പോൾ പറയാം ഒന്നുമില്ല കേട്ടോ നിങ്ങൾ പോയിക്കോളി, അവിടെ തൽക്കാലം അവിടെ ന്യൂറോ സർജൻ ആരെങ്കിലും കാണിച്ചാൽ മതി. എന്നിട്ട് ഐറ്റങ്ങൾ ഇങ്ങോട്ട് തന്നെ പോകുന്നു. ഏട്ടത്തിന് എന്നിപ്പോൾ ഞാൻ ജില്ലാസ്പത്രി പിന്നെയും കൊണ്ടുപോയി. പൈസ അല്ലെങ്കിൽ എത്ര കാട്ട മനുഷ്യന്മാരെ നിങ്ങൾ പറഞ്ഞു നോക്കിയാൽ ജില്ലാസ്പത്രി പോയി. അവിടെ പോയി കണ്ട അതിൻ്റെ കാല് എൻ്റെ അമ്മാനെ ഞാൻ നേരം വെളുത്ത് രാവിലെ ഇവിടുന്ന് പോഞ്ഞ് ഞാൻ തിരുമ്പി കുളിപ്പിച്ച് കൊടുക്കാൻ. ഏട്ടത്തി കാലുകൊണ്ട് നീര് വന്നിക്കുക, നേരം വെളുക്കോളം നടക്കില്ല. ജില്ലാസ്പത്രിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചുറ്റണങ്ങൾക്ക് അറിയണല്ലേ ബില്ലും ഉണ്ടാവും. നാത്തൂനാണെങ്കിൽ തല കടഞ്ഞിട്ട് അയിലാറോളും തന്നെ ഈ ആംബുലൻസിലൊക്കെ ചീറിപ്പാഞ്ഞ് പോവലെ കടന്ന് അവിടെ ചെന്നോളും ഇവിടെ വന്ന് കൊയങ്ങിയിട്ട് അയിലാറ്. ഇതൊക്കെ ഇട്ടെറിഞ്ഞ പോലെ ഞാൻ രാവിലെ കുട്ടികളെ ഇവിടെ ഇട്ട് പോയി ഉമ്മാനെ കുളിപ്പിച്ച് നന്നാക്കി ബ്ലീഡ് ചെയ്തൊക്കെ തിരുമ്പി നന്നാക്കി ഏട്ടത്തിൻ്റെ കാല് കാട്ടാൻ ജില്ലാസ്പത്രി പിന്നെയും പോന്നു. പിന്നെയും നമ്മൾ പോകും, അല്ല എത്താണ് പൈസ. ഇതാണ് നമ്മളെപ്പോലെയുള്ള ഒരു വിധ ആൾക്കാർ ഇപ്പം എൻ്റെ ആധാരം പണയം വെച്ചിട്ടാണെങ്കിൽ നമ്മൾ പ്രൈവറ്റ് പോണത് അല്ലേ, അല്ലാതെ കൊണ്ടൊന്നല്ല. പ്രൈവറ്റ് പോയാൽ എത്താണ് കുറച്ചൊക്കെ പെട്ടെന്ന് എമർജൻസി ആണെങ്കിൽ അത് അറിയാൻ കഴിയും. ഒരു പെട്ടെന്ന് MRI എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റൂല്ലെങ്കിൽ അപ്പം മെഡിക്കൽ കോളേജിലേക്ക് എഴുതി കൊടുക്കാം. ഞങ്ങളെ കൊണ്ട് കഴിയൂല സർജറി, ഇത്ര ലക്ഷത്തിൻ്റെ സർജറി മെഡിക്കൽ കോളേജ് അങ്ങനെ ചെയ്യാം. ഒരു 4000 റുപ്യ MRI CT എടുക്കാനുള്ള അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ആണെങ്കിൽ അപ്പുറത്ത് താഴെ എത്ര പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ പേര് പറയണില്ല, അവിടെയൊക്കെ ഉണ്ടാവും MRIയും CT പോയി എടുക്കുക. ബ്ലോക്ക് ഉണ്ടല്ലോ, ബ്ലീഡിങ് ഉണ്ടല്ലോ, എമർജൻസി സർജറി. അങ്ങനെയാണെങ്കിൽ സാറേ ഞങ്ങൾ മെഡിക്കൽ കോളേജ് പോകാം, അത്രേ ഉള്ളൂ കേസ്. പക്ഷേ ഈ 4000 3000 കൊടുക്കാനില്ലായിട്ടാണ് ജില്ലാസ്പത്രിക്ക് പോകുന്നത്. ഒരുപാട് മനുഷ്യന്മാരുടെ അവസ്ഥയാണ് ഇതൊക്കെ. മെഡിസിൻ ഉണ്ടാക്കി പോലെ കാട്ടി കൂട്ടുന്നത്. എന്നിട്ട് ഇപ്പം ഇന്ന് ഏട്ടത്തിനെ പിന്നെയും കൊണ്ടുപോയിക്കാണ്ട് കാല് പ്ലാസ്റ്റർ ഇടാൻ എക്സറൊക്കെ എഴുതി. അറിയില്ല ഏട്ടത്തി അറിയാം എത്താ പോയിനെ അറിയാവോ ഇതല്ലാത്ത കാട്ടുകൊണ്ട് നമുക്ക് ഫീസ് കൊടുക്കാനും കൂടി പൈസ ഇല്ലാത്ത മനുഷ്യന്മാരാ. എക്സറൊക്കെ എഴുതി, എക്സറ പോയി എടുത്തോളൂ. ഓങ്കോളജിൻ്റെ ആളെ CA പേഷ്യൻ്റ് ഞങ്ങൾക്ക് അറിയില്ല, പൈസയൊന്നും വേണ്ട ഓൾക്ക് കിട്ടും. അവിടെ പോയി കണ്ട് ഓൾക്ക് പൈസയൊന്നും എടുത്തിട്ടില്ല. എക്സറ എടുത്ത് കാണിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ എവിടെയും വീണീനോ വീണിട്ടില്ല, തട്ടീനോ സംശയം ഇല്ല, തട്ടിയിട്ടില്ല. അപ്പം സർജൻ എഴുതി കൊടുത്തു കണ്ട് സർജൻ്റെ അടുത്ത് ചെന്നപ്പോൾ സർജന് MRI എടുക്കണം, കാലിന് MRI എടുക്കണം. അപ്പം എന്തിനാ സാറേ MRI എടുക്കണോ ചോദിച്ചു. ഞാൻ വിവരമല്ലോ കുറച്ച് പേരല്ലോ ഞാൻ പറയാം ഇന്ന പോലെ അല്ലോ കുറച്ച്. ഞാൻ ചോദിച്ചാൽ അല്ല അവർക്ക് C അല്ലായിരുന്നു, അപ്പം ഇനിയിപ്പോൾ അവിടെ ഉണ്ടോ അറിയാനാണ്. അപ്പോഴേ നമുക്ക് അറിയാൻ കഴിയും അവിടെ വീങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു പൊട്ടിയതല്ല, ഒന്നും തട്ടിയിട്ടില്ല, പിന്നെ എക്സ്റേയിൽ പൊട്ടുമില്ല. അപ്പോൾ എന്താ അറിയാനും വേണ്ടിയിട്ടാണ്. അപ്പം ഏട്ടത്തി വരെ വന്നു. ഏട്ടത്തി അറിയാം ഇങ്ങനെയല്ല MRI ആണെങ്കിൽ ഞാൻ RCC പേഷ്യൻ്റാ, ഒന്നെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് എഴുതി തരിക, അവിടെ പോയി കണ്ട് ടെസ്റ്റ് ചെയ്യേണ്ടി വരും, ഇതിങ്ങനെ കംപ്ലൈൻ്റ് അല്ല ഇതിനിങ്ങോട്ട് MRI അറിയാം. ഞാൻ പറഞ്ഞു നിൽക്കി സാറേ പറഞ്ഞാൽ അവിടുന്ന് മെല്ലെ ഓളെ പിടിച്ചുകൊണ്ടേക്കാണ്ട് കാഷ്വാലിറ്റി പോയിക്കാണ്ട് ഡോക്ടറെ കാണിച്ചു. ഞാൻ പറഞ്ഞു ഓളെ കാലും വല്ല തട്ടിയെന്ന് തോന്നുന്നു, നിങ്ങളൊരു മെഡിസിൻ എഴുതി തരുമോ ചോദിച്ചു. ഡൈക്ലോഫിനാക്കും എഴുതി തന്നു, വേദൻ്റെ ഒരു മരുന്ന്. ഞാൻ പറഞ്ഞു പൊയ്ക്കോ വരയ്ക്കുക. ഇതാണ് കഥ. അവിടെ പോയ ആകെ കുറ്റം പറയല്ല,
നമ്മളെപ്പോലെ മനുഷ്യന്മാർ ഇനിയും ചെല്ലണ്ട. അവിടെ ചെന്നാൽ ആകെ എഴുതി തന്ന ഗുളിക എന്താ എഴുതി തരിക, പാരസെറ്റാമോള്, പിന്നെന്താ അസ്താലിനോ അല്ലെങ്കിൽ എന്താ പറയുക സാബിൾട്ടമോൾ അല്ലേ, ഇതോ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്കിന് ഒരു മോസ്ക്ലാവോ അമോക്സിലിൻ അതും എഴുതും. പിന്നെ ഒരു ഡൈക്ലോഫിനാക്ക് ഉണ്ടാവും വേദനക്ക് തേക്കാല്ലേ, അല്ലാന്നുണ്ടെങ്കിൽ ആ ചൊറീന് തേക്കണ ഇതും ഉണ്ടാവും, കാലാമിലോഷൻ. വേറെ ഒരു മരുന്ന് അവിടെ നിന്ന് പ്രതീക്ഷിക്കണ്ട. പോണെങ്കിൽ പോകാം, അവിടെ ചികിത്സ ഉണ്ട്. എങ്ങനെ ഇവിടെ ചെല്ലുക, OP ചെല്ലുക, മെയിൻ ഡോക്ടറെ കാണുക, ഓലെ മെഡിസിൻ വാങ്ങുക, അത് പെർഫെക്റ്റ് ആണ്. ഓല എഴുതുന്ന ടെസ്റ്റുകൾ പെർഫെക്റ്റ് ആണ്. ഓല എഴുതുന്ന അഡ്മിഷന് അതേപോലെ ഓല എഴുതുന്ന സർജറി പെർഫെക്റ്റ് ആണ്. കാഷ്വാലിറ്റിക്ക് മണ്ടി പോയിട്ട് ഒരു കാര്യമില്ല. ഈ ഒരു കാര്യം പറഞ്ഞാൽ ഒരു എമർജൻസി കൂടി അറ്റൻഡ് ചെയ്യാൻ അറിയാത്ത മനുഷ്യന്മാർ. ഇന്നലത്തെ അവസ്ഥ കണ്ടിട്ട് കാക്കു പറയാ ക്യാമറ പൊന്തിച്ചൂടെ, ഇനി എനിക്ക് ക്യാമറ പൊന്തിച്ചുകൊണ്ട് വീഡിയോ പബ്ലിക്കായിട്ട് എടുക്കണം. സത്യാവസ്ഥ അത്രയും ഞാൻ ഇന്നലെ രാവിലെ തുടങ്ങി ഒരു 3 മണി വരെ ഒരു മെഡിസിന് ഗുളിക കൊടുത്തു എന്നല്ലാതെ ഒന്നും കൊടുത്തിട്ടില്ല. എടങ്ങേറാകും. നമ്മളെ പോലെയല്ല പാവങ്ങൾ അനുഭവിക്കണം. കോഴിക്കോട് ചെന്നപ്പോൾ ഓല് കളിയാക്കി ഓല് പറയാണ് അവിടെ കറണ്ട് ഉണ്ടാവില്ലല്ലേ, അല്ലെങ്കിൽ ഡോക്ടർമാരുണ്ടാവില്ലല്ലേ. അവിടുത്തെ അവസ്ഥകൾ പറയാണെന്നറിയാം. എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മളെപ്പോലെ പാവങ്ങൾ ഇനി അങ്ങോട്ട് തന്നെ പോവുക. പൈസ ഉള്ളവർ അങ്ങനെ പോവും, പൈസ ഇല്ലാത്തവർ ഇങ്ങനെ പോവും, ഇങ്ങനെ മരിച്ചു. അത് തന്നെ പഠിച്ചിട്ടുണ്ട്. എന്തായാലും അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ഫോൺ കോളുകൾ, ഒരുപാട് വാട്സപ്പ് മെസ്സേജുകൾ, ഉമ്മാൻ്റെ വർത്താനങ്ങൾ, ഒരുപാട് ഉമ്മാനെ സ്നേഹിക്കണം. നിങ്ങളിൽ ഒരാളെ പ്രാർത്ഥനയിൽ റബ്ബ് സ്വീകരിക്കാക്കൂല. അതേപോലെ ഉമ്മാക്ക് സ്ട്രോക്കൊന്നുമില്ല. അവിടുത്തെ എല്ല് പൊട്ടിയിട്ട് ബ്ലീഡ് ചെയ്താണ്. അവിടെ എല്ല് പൊട്ടിയിട്ടുണ്ട്, താനെ കൂടിക്കോളും. സിമ്പിൾ കേസാണ്. വെറുതെ അവിടെ പോയി നരകിച്ചു എന്നല്ലാതെ. ഇപ്പോൾ ഇവിടെ തൽക്കാലം ന്യൂറോളജിസ്റ്റും കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറഞ്ഞു. ഞാൻ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാം, അത്രേ ഉള്ളൂ. ഞങ്ങളിൻ്റെ ഉമ്മാൻ്റെ വിശേഷം ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. എനിക്ക് അതിൻ്റെ പേരിൽ ഒരു പരാതിയില്ല. നമ്മളെപ്പോലെ ഒരുപാട് സാധാരണക്കാർ അനുഭവിക്കണതാണിത്. ഇത് അധികാരികളെങ്കിലും ഒന്ന് കാണട്ടെ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് നമ്മളെ മന്ത്രിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യലുണ്ടായിന്. കഴിഞ്ഞ കൊല്ലം മുന്നത്തെ കൊല്ലക്കല്ലേ പെട്ടെന്ന് ഇങ്ങോട്ട് ജില്ലാസ്പത്രി കയറി. ഇതൊക്കെ ഈ മഞ്ചേരി ജില്ലാസ്പത്രിയിലൊക്കെ ഒന്ന് മാഡം വന്ന് കാണും സെർച്ച് ചെയ്യണം കേട്ടോ. ഇടയ്ക്കൊന്നും പറയാതെ എന്താ അവിടെ നടക്കണമെന്ന്. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാം. ഒരു സാധാരണക്കാരിൻ്റെ ഒന്നും കഴിയാത്ത 10 ഉറുപ്പ്യ എടുക്കാനില്ലാത്ത ഒരു മനുഷ്യന്മാരുടെ അവസ്ഥയാണ്. അവിടെ സൈഡിൽ നിന്ന് കണ്ടാൽ ഞാൻ പറയണം കേട്ടോ. എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പങ്കുവെക്കണത്. പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.